ഏതാണ്ട് ഒരു 4 മണി നേരത്താണ് ഞങ്ങൾ ബീച്ചിലെത്തിയത്. ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. ഓണം വെക്കേഷൻ്റെ അവസാന ദിവസമാണ്. അതേപോലെ തന്നെ ഞായറാഴ്ചയും കൂടെ ആയതിനാൽ ബീച്ച് ജനനിബിഡമായിരുന്നു. ആകെ കൂടെ തിക്കും തിരക്കും പിടിച്ചൊരവസ്ഥ. തിരക്ക് കുറഞ്ഞൊരു ഭാഗം അന്വേഷിച്ച് ഞങ്ങൾ തീരത്തുകൂടെ അഴിമുഖത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. കാരണം എല്ലാവരും ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ അഴിമുഖത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കാമെന്ന് കരുതി. ബീച്ചിൻ്റെ പതിവ് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ദൂരം ഞങ്ങൾ നടന്നപ്പോൾ ആളും തിരക്കൊക്കെ കുറയാൻ തുടങ്ങി. ആളൊഴിഞ്ഞൊരു ഭാഗത്ത് എത്തിയപ്പോഴാണ് ഞാൻ ആ മനോഹരമായ കാഴ്ച കണ്ടത്. കടലിൽ നിന്ന് കുറച്ച് തീരത്തേക്ക് മാറിയിട്ട് മരങ്ങളാൽ ചുറ്റപ്പെട്ട വെള്ള മണലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശം. അതിൽ അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന കള്ളിമുൾച്ചെടികൾ പോലെ കമ്പുകളും ശിഖരങ്ങളൊക്കെ മാത്രമായിട്ട് നിൽക്കുന്ന ഉണങ്ങിയ കുറച്ച് മരങ്ങളും കുറ്റിച്ചെടികളും. ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ 4-5 പേര് മാത്രമാണുള്ളത്. കാരണം ബീച്ചിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള കടലും കടൽ തീരം തിരമാലയും ലൈറ്റ് ഹൗസൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോവാണ് പതിവ്. പ്രകൃതി ഒരുക്കി വെച്ച ഈ അത്ഭുത ലോകത്തേക്ക് അധികം ആരും എത്തിപ്പെടാറില്ല. മരുഭൂമിയിലോ മഞ്ഞുവീഴ്ചയ്ക്ക് മുമ്പുള്ള ഹിമാലയൻ താഴ്വരയിലൊക്കെ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. ഇതുപോലൊരു തീരക്കാഴ്ച ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു തീരവും നമുക്ക് നൽകുന്നുണ്ടാവില്ല. ആഫ്രിക്കയിലെ വനാന്തര കാഴ്ചകളൊക്കെ കാണിക്കുന്ന ചില ചാനലുകളിൽ വീഡിയോയിൽ ഇത്തരം കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഒരു സ്വപ്നലോകം പോലെ തോന്നിപ്പിക്കുന്ന ഇവിടം സൂര്യാസ്തമയം കൂടി കൂടിച്ചേരുമ്പോൾ അതിൻ്റെ സൗന്ദര്യം അനിർവചനീയമായിട്ട് മാറും. പൊന്നാനി ബീച്ചിൽ ഇതുപോലൊരു കാഴ്ച ഉണ്ടെന്ന് അവിടെ സന്ദർശിച്ച ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ബീച്ചിൻ്റെ പതിവ് കാഴ്ചകളിൽ നിന്ന് വിഭിന്നമായി പൂർണ്ണമായും നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിക്കുന്നതാണ് ഈ പൊന്നാനി ബീച്ചിലെ ഈ ഭാഗം. ഇവിടുത്തെ കാഴ്ചകൾ അത്രമേലെ വ്യത്യസ്തമാണ്.